പൂത്തറ ഉള്ള രാജേന്ദ്രൻ ആണ് നമുക്ക് ഈ നക്സൽ വർഗീസിനെ പരിചയമുള്ള ഒരാളായിരുന്നു, ആത്മബന്ധമുള്ള ഒരാളായിരുന്നു. അപ്പോൾ അയാൾ നമുക്ക് നക്സൽ വർഗീസുമായിട്ടുള്ള ബന്ധത്തിനെ പറ്റിയെല്ലാം നമുക്കിപ്പം പറഞ്ഞു തരും. നിങ്ങൾ പറഞ്ഞോളൂ. അതായത് അയാൾ ഈ നക്സൽ വർഗീസും ഞാനും ഒരേ സ്കൂളിൽ പഠിക്കും. നക്സൽ വർഗീസ് SSC പഠിക്കുമ്പോൾ ഞാൻ പിന്നെ 6ാം ക്ലാസ്, അന്ന് ഡിസ്ട്രിക്ട് ബോർഡ് ഹൈസ്കൂളായിരുന്നു. അപ്പോൾ അവരുടെ സാഹിത്യ സമാജത്തിൻ്റെ സ്കൂളിൽ സാഹിത്യ സമാജത്തിൽ സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ എനിക്ക് തരുന്ന ഈ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുള്ള പുസ്തകങ്ങളെ എനിക്ക് അധികം വായിക്കാൻ തരാം. അപ്പോൾ എനിക്ക് പൊതുവെ ഈ വായനയിൽ താല്പര്യമില്ല. അപ്പോൾ ഞാനത് വീട്ടിൽ കൊണ്ട് ഞാൻ വായിക്കില്ല, ഞാനിത് തൊട്ടുപാട് ഒരു ഭാഗത്ത് വെക്കും. അങ്ങനെ പിന്നെ അവൻ്റെ കൂടെ അവിടെ ചില ഈ ചില സമരങ്ങളെല്ലാം ഉണ്ടപ്പോൾ അവൻ്റെ കൂടെ എനിക്ക് ജാഥയൊക്കെ പോയിട്ടും എനിക്ക് അതിലും രാഷ്ട്രീയത്തിൽ എനിക്ക് ഒട്ടും താല്പര്യമില്ല. അപ്പോൾ എനിക്ക് അന്ന് ഈ രാഷ്ട്രീയം തീരെ താല്പര്യത്താണ്. പിന്നെ അവൻ്റെ കൂടെ പോയി അവൻ വിളിച്ചു, ഞാൻ പോയി എന്നുള്ളൂ. പിന്നെ വർഗീസ് വെച്ചാൽ അവിടെ ഈ തൊഴിലാളി അടിമത്തത്തിനെതിരെ ശരിക്കും പോരാടിയ വ്യക്തിയാണ്. പിന്നെ അവൻ്റെ സാഹചര്യം അവനെ നക്സലായി മാറ്റി. അവൻ ശരിക്കും കമ്മ്യൂണിസ്റ്റ് ആശ്രയമായി അവൻ്റെ ഉണ്ടായിരുന്നു. അന്നത്തെ സാഹചര്യം അവനെ നക്സലാക്കി മാറ്റി. അവന് ഒരുപാട് ഗ്രൂപ്പുണ്ടെങ്കിലും അവൻ എന്തിനും ഒറ്റക്ക്, ഗ്രൂപ്പിലുള്ള ആൾക്കാർ അവിടുന്ന് വിട്ടുപോയാൽ അവൻ ഈ അനീതിക്കെതിരെ ഒറ്റക്ക് പോരാടുന്ന വ്യക്തിയാണ്. പിന്നെ എൻ്റെ എൻ്റെ ഏട്ടൻ്റെ കൂടെ എൻ്റെ ക്ലാസ്മേറ്റാണ്. അവർ തമ്മിൽ ഒരുമിച്ച് പഠിച്ച ആൾക്കാരാണ്. എന്നെ കൂടെ കൂടുതൽ ഏട്ടന് അറിയാം. ഞാൻ പിന്നെ ആ സ്കൂളിൽ നിന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അവൻ്റെ വീട്ടിൻ്റെ അടുത്തല്ല, എൻ്റെ വീട് അവൻ താമസിച്ച എൻ്റെ വീട്ടിൻ്റെ അടുത്താണ്. അവൻ്റെ ഒരു ബന്ധു, ഒരു വൈദ്യർ, ജോസഫ് വൈദ്യർ, അയാൾ മരണപ്പെട്ട് പിന്നെ അവൻ അവിടെ വന്ന് താമസിച്ചുകൊണ്ടിരിക്കുക. പിന്നെ അവൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ SSC കഴിഞ്ഞതിന് ശേഷം ഈ ടൈപ്പ് റൈറ്റിംഗ് പിന്നെ ഷോർട്ട് ഹാൻഡ് പഠിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കണ്ണൂരേക്ക് പോയി. അന്ന് വയനാട്ടിലെ സാഹചര്യത്തിൽ ഇതൊന്നും പഠിക്കാനുള്ള സാഹചര്യം അവിടെ ഇല്ലായിരുന്നു. അതുകൊണ്ട് അവൻ പിന്നെ കണ്ണൂരേക്ക് പോയി. കണ്ണൂരിൽ നിന്നാണ് അവൻ പിന്നെ ഈ CPMൻ്റെ മാർക്സിസ്റ്റ് പാർട്ടീൻ്റെ അതിന് വരുന്നത്. അപ്പം അന്ന് AK ഗോപാലിൻ്റെ ഈ ഇതുകൊണ്ട് അവൻ ആ ഓഫീസ് സെക്രട്ടറിയായി മാറി. പിന്നെ അവിടുന്ന് പിന്നെ ഇവർ പല ആൾക്കാർ ബന്ധപ്പെട്ട് അവനെ നക്സലായിട്ട് ഈ ഇവിടെ ആന്ധ്രയിലെ ഈ നക്സലായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ അവനെ വഴിമാറുന്ന നക്സൽ. പിന്നെ അവൻ്റെ പ്രത്യേക വേറൊരു ആശയമാണ് ഈ പൊതുവേ നക്സലിന് പല ആശയങ്ങൾ. അപ്പോൾ അവൻ അതിൽ ആകൃഷ്ടനായി അതിലേക്ക് പോയി. പിന്നെ അവൻ്റെ അന്ത്യം പിന്നെ അവൻ ശരിക്കും നിരപരാധിയാണ്. ശരിക്കും ആ സാഹചര്യം അങ്ങനെ അവന് ആ ഒരു വെടിയുണ്ടക്ക് വിധേയനായിക്കൊണ്ട് അനുഭവിക്കേണ്ടി വരും. അത്രേ പറയാനുള്ളൂ. അപ്പോൾ ഈ അടിമക്കച്ചവടത്തിന് എതിരായിട്ടുള്ള ഈ അവിടെ വയനാട്ടിൽ എപ്പോഴും അടിമക്കച്ചവടം നടക്കുന്ന സ്ഥലമാണ്. പണ്ട്, ഇപ്പം കുറച്ച് കുറവുണ്ടെന്നുള്ളൂ. അപ്പോൾ അതിനും ഇവൻ പിന്നെ ശക്തിയായി ഈ കിസാൻ സംഘടനയിലെ തൊഴിലാളി സംഘടന രൂപീകരിക്കുന്നതിന് കുറേ അധികം പിന്നെ പോരാടിയ വ്യക്തിയാണ്. അപ്പോൾ അത് ഒരു പരിധി വരെ കുറഞ്ഞു. പക്ഷെ അത് പൂർണ്ണമായിട്ട് അവിടുന്ന് ഇതുവരെ മാറ്റപ്പെട്ടിട്ടില്ല എന്ന് എൻ്റെ അറിവ്. ഇപ്പോഴും നടക്കുന്നുണ്ട് എൻ്റെ ഓർമ്മ. പക്ഷെ അതിനെ നമുക്ക് തെളിവെന്ന് പറയാൻ പറ്റില്ല, അതൊരിക്കലും മാറ്റാൻ പറ്റില്ല. അപ്പം ഇങ്ങനെ അത് പിന്നെ വയനാടിൻ്റെ പൊതുവായിട്ട് വയനാടിൻ്റെ സാമ്പത്തിക ഉയർച്ചയും മറ്റു ഉയർച്ചയ്ക്കും പ്രധാന കാരണം ഇവരുടെ നക്സലാണ്. അതാണ് പ്രധാനമായിട്ടും ഒന്ന് പറയാനുണ്ട്. പിന്നെ വേറെ വലിയ മാറ്റങ്ങളൊന്നുമില്ല. പിന്നെ ഇപ്പോഴത്തെ സാഹചര്യം എല്ലാ ടൗണുകളും വികസിക്കുന്നത് വയനാടും ഇപ്പം പണ്ടത്തെ വയനാടല്ല ഇന്നത്തെ വയനാട്. ഒരുപാട് മാറ്റങ്ങളുണ്ട് വയനാട്. അപ്പോൾ വർഗീസിനെ കണ്ട ഈ രാജേന്ദ്രേട്ടൻ്റെ സ്വന്തം പിന്നെ അപൂർവം ചില ആളുകളിൽ പെട്ടതാണ് വർഗീസിനെ കണ്ട ഈ രാജേന്ദ്രേട്ടൻ. അപ്പോൾ ഇവരെ ഈ അനുഭവം ഇത്രയുള്ള അനുഭവം നമുക്ക് പങ്കുവെച്ചതിൽ വളരെ നന്ദിയുണ്ട്.